അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 65. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി. വഅമ്മാ തഖ്ദീമുഹു ഫലികൗനി ദിക്രിഹി അഹമ്മ ഇമ്മാലി അന്നഹു അസ്ലു വലാ മുഖ്തലിയ ലിൽ ഉദൂലി അൻഹു വ ഇമ്മാലി യതമക്കനൽ ഖബറു ഫീ ദിഹ്നി സാമിഇ ലിഅന്ന ഫിൽ മുബ്തദഇ തശ്വീഖൻ ഇലൈഹി. പിന്നെ അപ്പോൾ വ അമ്മാ തഖ്ദീമുഹു ഐ തഖ്ദീമുൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ മുന്തിക്കൽ, ഫലി കൗനി ദിക്രിഹി, മുസ്നദ് ഇലൈഹിയെ പറയൽ ആയതിനു വേണ്ടിയാണ് അഹമ്മ, ഏറ്റവും ഗൗനിക്കപ്പെടേണ്ടത് ആയതിനു വേണ്ടിയിട്ടാണ്. അഹമ്മ എന്നുള്ളത് ഇസ്മുത്തഫ്ദീലാണ്. ഇസ്മുത്തഫ്ദീല് ഇദാഫത്തിനെ തൊട്ടും അലിഫ്ലാമിനെ തൊട്ടും മുജറദായാൽ ഒരു മിന്ന് സങ്കല്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ്. വഅഫ്അല തഫ്ദീലി സില്ലു ആബദ തഖ്ദീറൻ ഔ ലഫ്ളൻ ബിമിൻ ഇൻ ജുർദിദാൻ. അപ്പോ മിനൽ മുസ്നദി, മുസ്നദിനേക്കാൾ അഹമ്മ് ഏതാണ്? മുസ്നദിലൈനെ പറയലാണ്. കാരണം മുസ്നദ് ഇലൈഹിക്കുള്ള വസ്ഫാണ്. വസ്ഫ് അറളും മുസ്നദ് ഇലൈഹി ജൗഹറുമാവണം. അതുകൊണ്ട് ഫലി കൗനി ദിക്രിഹി അഹമ്മ, മുസ്നദ് ഇലൈഹിക്ക് ആരിലായി വരുന്ന ഒരു കാര്യമാണ് മുസ്നദ്. അപ്പോൾ ദിഹ്നിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഏതാണ്? മുസ്നദ് ഇലൈഹിയാണ്. വലാ യക്ഫി ഫി തഖ്ദീമി, ഇവിടെ മുന്തിക്കൽ എന്ന് പറഞ്ഞാൽ പിന്തിക്കേണ്ടതിനെ മുന്തിക്കലല്ല, മുന്തിക്കപ്പെടേണ്ട വസ്തുവിനെ മുന്തിച്ചു തന്നെ നിർത്തൽ. അതിനെ പിന്തിക്കലും ജായിസാണ്. കാരണം മുസ്നദ് ഇലൈഹി ഒരു മുന്തിക്കൽ നിർബന്ധമില്ലാത്ത സ്ഥലത്തൊക്കെ എന്താവാം? പിന്തിക്കാം. അങ്ങനെ പിന്തിക്കാൻ പറ്റുന്നോടത്ത് പിന്തിക്കാതെ മുന്തിക്കൽ എന്ന് വെക്കണം. കാരണം ചില സ്ഥലത്ത് മുസ്നദിലൈനെ മുന്തിക്കൽ നിർബന്ധമായ സ്ഥലങ്ങളുണ്ട്. മുസ്നദ്, അതായത് ഖബർ പിന്തൽ നിർബന്ധം. ഖബർ പിന്തൽ നിർബന്ധമുള്ള ഖബർ മുസ്നദാണല്ലോ. മുബ്തദ മുസ്നദ് ഇലൈഹിയാണ്. പിന്നെ ഫീലും ഫായിലും, ഫീല് മുസ്നദാണ്, ഫായില് മുസ്നദ് ഇലൈഹിയാണ്. അപ്പോൾ വല്ലസുലു ഫിൽ അഖ്ബാരി അൻ തുഅഖറ വജവസു തഖ്ദീമ ഇദ്ലാ ലററ. ഖബറുകളിലുള്ള അസ്ല് അതിനെ പിന്തിക്കപ്പെടലാണ്. അതായത് മുസ്നദിന്റെ അസ്ൽ എന്താണ്? പിന്തിക്കലാണ്. മുസ്നദ് വസ്ഫായതുകൊണ്ട് മഅനയിൽ മുസ്നദ് വസ്ഫാണ്. വജവസു തഖ്ദീമ ഇദ്ലാ ലററ. അതേ സമയത്ത് ഖബർ മുന്തിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. മുന്തിക്കാൻ പാടില്ലാത്ത സ്ഥലം അതെവിടെയാണ്? ഫംനഉ ഹീന യസ്തവിൽ ജുസ്ആനി ഉർഫൻ വനുക്റൻ ആദിമൈ ബയാനി കദാ ഇദാ മൽ ഫീലു കാനൽ ഖബറ ഔ ഖൂസിദ ഇസ്തിമാലുഹു മുൻഹാസിറാ ഔ കാന മുസ്നദൻ ലിദി ലാം ഇബ്തിദാ
ഔലാസിമി സ്വദിരിക മല്ലി മുഞ്ചിത. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഖബർ മുസ്നദിലെ മുന്തിക്കൽ നിർബന്ധമാണ്. അവിടെ മുന്തിക്കുക തന്നെ വേണം. അതായത് അത് മുബ്തദയാണ്. 5 സ്ഥലമാണ്. 5 സ്ഥലമാണ് മുബ്തദ മുന്തിക്കൽ നിർബന്ധം. ഒന്നെന്താണ്? രണ്ടും മൈരിഫിയാവുക, അല്ലെങ്കിൽ രണ്ടും നെക്രിയാവുക. സെയ്ദുൻ അഖൂക, അവിടെ മുസ്നദ് ഇലൈഹിയെ തന്നെ മുന്തിക്കണം, മുബ്തദ മുന്തിക്കണം. അഫ്ളലു മിൻ സെയ്ദിൻ അഫ്ളലു മിൻ അംനിൻ, അത് രണ്ടും നെക്രിയാണ്. രണ്ടാമത്തത് എന്താണ്? ഖബർ ഫീലായിട്ട് വരിക, മുബ്തദിലേക്ക് മടങ്ങുന്ന ലമീറിന് റഫഇ ചെയ്യുന്ന ഫീലായിട്ട് വരിക ഖബർ. സെയ്ദുൻ കാമ. ഖബർ ഒരു ഫീലായി വരികയും ആ ഫീല് മുബ്തദിലേക്ക് മടങ്ങുന്ന ലമീറിനക്ക് റഫഇ ചെയ്യുന്നതുമാവുക. സെയ്ദുൻ കാമ. അവിടെയും മുസ്നദ് ഇലൈഹി മുന്തിക്കൽ നിർബന്ധമാണ്. മൂന്നാമത്തത് ഖബർ മഹ്സൂറാവുക. ഇന്നമാ സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവൻ മാത്രമാണ്. മാ സെയ്ദുൻ ഇല്ലാ ഖായിമുൻ. അതായത് ഖബർ ഹസറാക്കപ്പെട്ടതായിട്ട് വരിക. അവിടെ മുന്തിക്കാൻ പാടില്ല, ഖബറിനെ മുന്തിക്കാൻ പാടില്ല. മുബ്തദാനെ മുന്തിക്കൽ നിർബന്ധമാണ്. കാരണം മുന്തിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടാകും. നാലാമത്തത് ഇവിടെ പറഞ്ഞല്ലോ, ഇത് ഔകാന മുസ്നദൻ ലിലാമി ബിത്തിദാ ഔലാസിമി സ്വദിരിക മല്ലി മുഞ്ചിദാ. ഖബർ എന്താവുക? ഇബ്തിദാഇന്റെ ലാമ് കടന്ന മുബ്തദയിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ടതാവുക. അഞ്ചാമത്തത് മുബ്തദക്ക് കലാമിൽ മുന്തൽ അവകാശമുള്ള വസ്തുവാവുക. ഇസ്തിഫാമിന്റെ ഇസ്മുകളെ പോലെ നെഹ്വു മല്ലി മുഞ്ചിദ എന്ന് പറയും പോലെ. ഇവിടെ മന്ന് ഇസ്തിഫാമിന്റെ ഇസ്മാണ്, അപ്പോ അതിനെ മുന്തിക്കൽ നിർബന്ധമാണ്. അവിടെ മുന്തിക്കുക തന്നെ വേണം. ഇവിടെ പറയുന്നത് പിന്തിക്കൽ ജായിസായോടത്ത് മുന്തിക്കൽ. മുന്തിക്കൽ തന്നെയാണ് അതിന്റെ അസുലും. അത് ഫലി കൗലി ദിക്രിഹി അഹമ്മ, അത് മുസ്നദിനേക്കാൾ പറയൽ അത്യാവശ്യമായതിനു വേണ്ടിയിട്ടാണ്. വലാ യക്ഫി ഫി തഖ്ദീമി, ഈ മുന്തിക്കലിൽ പോരാ മുജറദു ദിക്രിൽ ഇഹ്തിമാമി, ഈ ഇഹ്തിമാമിനെ പറയൽ മാത്രം പോരാ. അത്യാവശ്യമായതിനു വേണ്ടി മാത്രം, അത്യാവശ്യമായതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പോരാ. അത്യാവശ്യം എന്തുകൊണ്ട് അത്യാവശ്യമായി പറയൽ, എന്തുകൊണ്ട് അത്യാവശ്യമായി, അതിന് ചില കാരണങ്ങൾ വേണം. അതാ പറയുന്നത്. ബൽ എങ്കിലും ലാബുദ്ധ, കൂടാതെ കയ്യൂല, അയ്യുബയ്യന, വ്യക്തമാക്കപ്പെടൽ, അന്നൽ ഇഹ്തിമാമ, ഈ പറയൽ അത്യാവശ്യമായത് മിൻ അയ്യി ജിഹത്തിൻ, അത് ഏതൊരു ഭാഗത്തിലൂടെയാണ്, ഒബി അയ്യി സബബിൻ, എന്തൊരു സബബ് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കണം. ഫലിദ, അതുകൊണ്ട് തന്നെ ഫസ്സലഹു, മുസന്നിഫ് ആ ജിഹത്തിനെ അല്ലെ ആ സബബിനെ വെളിവാക്കി ബി കൗലിഹി, മുസന്നിഫിന്റെ കൗലുകൊണ്ട്, ഇമ്മാലി അന്നഹു ഐ തഖ്ദീമൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിനെ മുന്തിക്കലായതിനു വേണ്ടി, അൽ അസ്ലു, അസിലായതിനു വേണ്ടി. മുന്തിക്കലാണ് അസില്. കാരണം എന്താ? അന്നഹു മഹ്കൂമുൻ അലൈഹി, മുസ്നദ് ഇലൈഹി അതിന്റെ മേൽ ഹുക്മ് ചെയ്യപ്പെട്ടതാണ്. വലാ ബുദ്ധമി, അതിന്റെ മേൽ ഹുക്മ് ചെയ്യപ്പെട്ടതാകണമെങ്കിൽ അത് ഹുക്മിന്റെ മുമ്പുണ്ടാവണം. വലാ ബുദ്ധമിൻ തഹഖുഖിഹി ഖബ്ലൽ ഹുക്മി, ഹുക്മിന്റെ മുമ്പ് മുസ്നദ് ഇലൈഹിന്റെ തഹഖുഖ് കൂടാതെ കഴിയൂല. ഫഖസദു, അപ്പോൾ അവർ കരുതി, അൻ യകൂന ഫി ദിക്രി ഐദൻ മുഖദ്ദമൻ, ഹുക്മിന്റെ മുമ്പ് അത് ഉണ്ടാവണം. ഈ ഹുക്മിനെ അതിന്റെ മേൽ ഹംല് ചെയ്യാണ്. അപ്പോൾ അത് ആദ്യം ദിഹിനിൽ ആദ്യം അത് ഉണ്ടാവണം. ദിഹിനിൽ ആദ്യം ഉണ്ടാകുമ്പോൾ ഫഖസദു അൻ യകൂന, അവർ മനസ്സിലാക്കി, അവർ കരുതി, അൻ യകൂന ഫി ദിക്രി ഐദൻ മുഖദ്ദമ, ദിക്റിലും അത് മുഖദ്ദമാവലിനെ കരുതി. എത്രത്തിൽ വലാ മുഖ്തളിയ ലിൽ ഉദൂരി അൻഹു,
ആ അസലിനെ തൊട്ട് തെറ്റലിനെ തേടുന്ന കാര്യവും ഇല്ല. ചിലപ്പോൾ അസലിനെ തൊട്ട് തെറ്റേണ്ടി വരും. അസല് മുന്തിക്കലാണെങ്കിലും ഇപ്പൊ അൽഫയിൽ പറഞ്ഞല്ലോ, വല്ല സുലൂഫിൽ ഫാഇലി അയ്യത്തസില വല്ല സുലൂഫിൽ മഫൂലി അയ്യം ഫാസില. അതാ വല്ല സുലൂഫിൽ ഫാഇലി അയ്യത്തസില. ഫായിലുള്ള അസൽ എന്താ? ഫീലിനോട് ചേർന്ന് വരലാണ്. വല്ല സുലൂഫിൽ മഫൂലി അയ്യം ഫാസില. മഫ്ഊലിൽ ഉള്ള അസല് അത് ഫീലിൽ നിന്ന് മുൻഫസിലായി നിൽക്കലാണ്, ഫായിലിന്റെയും പിന്നിൽ വരലാണ്. പക്ഷേ വഖദ് യുജാഉ ബിഖിലാഫിൽ ആസിലി വഖദ് യജിൽ മഫ്ഊലു ഖബ്ലൽ ഫീഇലി. ചിലപ്പോൾ അസലിന്റെ എതിര് വരും ചില കാരണങ്ങൾ കൊണ്ട്. അത് മുക്തമി ഉണ്ടായതുകൊണ്ടാണ് ഈ അസലിന്റെ എതിരിന് വരുന്നത്. വലാ മുക്തദിയ ലിൽ ഉദൂലി അന്നു ഐ അൻ ദാലിക്കൽ അസിലി. ആ അസലിനെയും വിട്ട് തെറ്റലിനെ തേടുന്ന കാര്യവും ഇല്ല. അപ്പോ അസലിനെ തൊട്ട് തെറ്റിക്കപ്പെടേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എങ്കിൽ പിന്നെ അവിടെ മുസ്നദിനെ മുന്തിക്കുക തന്നെ വേണം. ഇത് ലൗകാന അംറുൻ യഖ്തലിൽ ഉദൂല അൻഹു. അസലിനെ തൊട്ട് തെറ്റലിനെ തേടുന്നൊരു കാര്യം ഉണ്ടായാൽ ഫലാ യുഖദ്ദമു, അപ്പൊ മുന്തിക്കപ്പെടുകയില്ല. ഏതുപോലെ? കമാഫിൽ ഫായിലി, ഫായിലിൽ ഉള്ളതുപോലെ. ഫായിൽ എന്താണ്? മുസ്നദിലേഹിയാണ്. കാരണം ഫായില് മഅമൂലാണ്. അപ്പോൾ ഫായിലിന് കുറെ റാഫി ഉണ്ടാവും, അത് ആമിലാണ്. ആമില് മുന്തണം. അങ്ങനെയാണല്ലോ ഫായില്. അൽ ഫായിലുല്ലദീ ഇലൈഹി ഉസ്നിദ ഫീലും മുഖദ്ദമുൻ അലൈഹി ആബദാ. ഫഇന്ന മർത്തബത്തൽ ആമിലി, ആമിലിന്റെ സ്ഥാനം അത്തഖദ്ദുമു അലൽ മഅമൂലി, മഅമൂലിനേക്കാൾ മുന്തലാണ്. അതാണ്. അപ്പൊ മുക്തലി അസലിനെയും വിട്ട് തെറ്റലിനെ തേടുന്ന കാര്യം, ആ മുക്തലി ഉണ്ടെങ്കിൽ എന്താണ്? മുസ്നദിനെ മുന്തിക്കണം. അത് ഫായിലിൽ ഉള്ളതുപോലെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ മുക്തലി നിർബന്ധമായി വരും. ഉദൂലിന്റെ മുക്തലി ഒരു വാജിബായി മുസ്നദിനെ മുന്തിക്കലിനെ തേടുന്ന കാര്യം ചിലപ്പോൾ വാജിബാകും. നിർബന്ധമായിട്ടും മുസ്നദിനെ മുന്തിക്കേണ്ടി വരും. അത് അൽഫയിൽ പറഞ്ഞിട്ടുണ്ടത്. ഇവിടെ പിന്നെ വനഹു ഇന്ദി ദിർഹമുൻ വലി വത്തർ മുൽതസമുൻ ഫീഹി തഖദ്ദുമുൽ ഖബർ കദാ ഇദാ ആദാ അലൈഹി മുൽമറു മിമ്മാ ബിഹി അന്നു മുബീനൻ യുഖ്ബറു കദാ ഇദാ യസ്തൗജിബു തസ്ദീറാ കഅയ്ന മൻ അലിംതുഹു നസീറാ وخبر المحسور قدم أبدا كما لنا إلا اتباع أحمدا. അതാണ് ഖബറിനെ മുന്തിക്കൽ. 4 സ്ഥലത്ത് ഖബറിനെ മുന്തിക്കൽ നിർബന്ധമാണ്. ഒന്ന്, മുബത്തദ എന്താവുക? നെക്കിറയാവുക. ഇന്ദി ദിർഹമുൻ വലി വത്തറുൻ, അവിടെ മുന്തിക്കാൻ പാടില്ല. മുബത്തദ നെക്കിറയായോടത്ത്. കാരണം മുന്തിച്ചാൽ ഖബർ ബാദിർ റഈയിൽ അത് സിഫത്താണെന്ന് തോന്നിപ്പോകും. നെക്കിറാക്കപ്പെട്ട ഇസ്മ മുത്തിയായിട്ട് വരാനുള്ള മുസവ്വിഹ് അത് മൗസൂഫായാൽ മതി. അപ്പോൾ ഇന്ദി എന്നുള്ളത് അല്ലെങ്കിൽ ലി എന്നുള്ളത് ദിർഹമിനെ മുന്തിച്ചാൽ അലി വത്തറിനെ മുന്തിച്ചാൽ ഈ ഇന്ദിയും അതുപോലെ തന്നെ ലി എന്ന ജാറ് മജറൂറും സിഫത്താണെന്ന് തോന്നിപ്പോകും. ഖബറിനെ പറ്റി അത് സിഫത്താണെന്ന് തോന്നിപ്പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഖബറിനെ കാണാതിരിക്കുമ്പോഴുള്ളൂ ഇത് ഖബറാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ സ്ഥലത്ത് ഖബറിനെ മുന്തിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ എന്താണ്? കദാ ഇദാ ആദാ അലൈഹി മുൽമറു മിമ്മാ ബിഹി അന്നു മുബീനൻ യുഖ്ബറു. രണ്ടാമത്തെന്താണ്? മുബത്തദയിൽ നിന്ന് ഖബറിലേക്ക് മടങ്ങുന്നൊരു ലമീറുണ്ടാവുക. ഫിദ്ദാരി സാഹിബുഹ,
അവിടെ സാഹിബുഹാനെ മുന്തിച്ചാൽ മുസ്നദ് ഇലൈഹിയെ മുന്തിച്ചാൽ ലമീർ റുത്ബയിലും ലഫ്ദിലും പിന്നിലേക്ക് മടങ്ങേണ്ടി വരും. മൂന്നാമത്തത് ഖബറിന് സദറുൽ കലാമിൽ മുന്തൽ അവകാശമുള്ളതാവുക. കദാ ഇദാ യസ്തൗജിബു തസ്ദീറ. 4 വഖബറൽ മഹ്സൂരി ഖദ്ദിം ആബദ. മുബത്തദ ഹസറാക്കപ്പെട്ടതായി അവിടെയും മുന്തിക്കൽ നിർബന്ധമാണ്. ഏതുപോലെ കമാലനാ ഇല്ലത്തിബാഉ അഹ്മദ. ഇതൊക്കെ മുക്തദിയാണ്. ഉദൂലിന്റെ അസ്ലയും വിട്ട് തെറ്റലിനെ തേടുന്ന മുക്തദികളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫൈന മർത്തബത്തൽ ആമിലി അത്തഖദ്ദുമു അലൽ മഅ്മൂലി. പിന്നെ വ ഇമ്മാലി യതമക്കനൽ ഖബറു, ഒന്നിരിക്കൽ ഖബർ വറക്കാൻ വേണ്ടി ഫി ദിഹിനി സാമിന്റെ ദിഹിനിൽ ഖബർ അങ്ങോട്ട് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ടും മുസ്നദ് ഇലൈഹിയെ മുന്തിക്കും. അതും എന്താണ് ആ തഖ്ദീമിനുള്ള ആ ഇഹ്തിമാമിനുള്ള ഒരു കാരണമാണ്. കാരണം അന്നഫിൽ മുബ്തദയിലുണ്ട് തശ്വീഖൻ ഇലൈഹി ഐലൽ ഖബരി, ഖബറിലേക്ക് ഒരു ആശിപ്പിക്കലുണ്ട്. കഖൗലിഹി ഷാഇറിന്റെ ഖൗല് പോലെ വല്ലദീ ഹറത്തിൽ ബാരിയതു ഫീഹി ഹൈവാനും മുസ്തഹദസും മിൻ ജമാദി. വല്ലദീ ഒരു കാര്യം ഹാറത്തിൽ ബരിയത്തു ഫീഹി ആ വിഷയത്തിൽ സൃഷ്ടികൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം ഹൈവാനുൻ മുസ്തഹിദസും മിൻ ജമാദിൻ, ജമാദിനാൽ നിർമ്മിതമായ ഹൈവാനിന്റെ മടക്കമാണ്, അവനെ പുനർജീവിപ്പിക്കലാണ്. അത് സൃഷ്ടികൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. മുഅ്മിനീങ്ങളെല്ലാം അങ്ങനെ പുനർജന്മം ഉണ്ട് എന്നും മുഅ്മിനല്ലാത്തവരൊക്കെ പുനർജന്മം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുമാണ്. മുഅ്മിനല്ലാത്തവരും അഹ്ലു കിതാബുകൾ പുനർജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് കുഫാരികളായാലും. അത് വിശ്വാസം പിഴവാണെന്ന് മാത്രം. യഇനി തഹയ്യറത്തിൽ ഖലായിക്കു, സൃഷ്ടികൾ പരിഭ്രമിച്ചിട്ടുണ്ട്. പരിഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ പരിഭ്രമം യഥാർത്ഥത്തിലില്ല. ഓരോരുത്തരും അവരുടെ മദ്ഹബിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പരിഭ്രമത്തിനാൽ ലാസിമാണെന്ത്? ഇഖ്തിലാഫ്. അപ്പം മൻസൂബ് പറഞ്ഞ് ലാസിമ മുറാദ്. യഇനി തഹയ്യറത്തിൽ ഖലായിക്കു, സൃഷ്ടികൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഫിൽ മആദിൽ ജിസ്മാനിയി, മനുഷ്യരുടെ ശാരീരികമായ മടക്കത്തിൽ, വന്നുശൂരി പുനർജന്മത്തിലും. അല്ലദീ എങ്ങനത്തെ പുനർജന്മമാണ്? ലൈസ ബി നഫ്സാനിയിൻ, അത് റൂഹാനിയി അല്ല. പിന്നെന്താണ്? നഫ്സാനിയാണ്, ആത്മാവിനെ മടക്കലല്ല, ശരീരത്തെ തന്നെ മടക്കിക്കൊണ്ടുവരലാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടികൾ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യം എന്താണ്? ജമാദിനാൽ നിർമ്മിതമായ ഹൈവാനിനെ മടക്കലാണ്. അപ്പോൾ ഹൈവാൻ കൊണ്ടുള്ള മുറാദ് ബനു ആദമാണ്. അതാണ് ബനു ആദമാണ് അതുകൊണ്ടുള്ള മുറാദ്. എന്തല്ല? സാലിഹ് നബിന്റെ ഒട്ടകമല്ല, മൂസാ നബിന്റെ വടിയുമല്ല. കാരണം എന്താ? സാലിഹ് നബിന്റെ ഒട്ടകം ജമാദിൽ നിന്നുണ്ടായതാണ്. മൂസാ നബിന്റെ പാമ്പും സുഅ്ബാനും മൂസാ നബിന്റെ പാമ്പ് വടിയല്ല, പാമ്പ്. ഈ പാമ്പ് വടി പാമ്പായതാണ്. അപ്പൊ ജമാദിൽ നിന്നുണ്ടായതാണ്. അതല്ല അവിടെ മുറാദ്. സംഗതി അതിലും ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. സാലിഹ് നബിന്റെ നാക്കത്തിലും ഇഖ്തിലാഫുകൾ ഉണ്ടായിട്ടുണ്ട്. മൂസാ നബിന്റെ പാമ്പിലും അത് സിഹിറാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശം ബനു ആദമാണ് എന്നതിന് തെളിവ് ബിദലീലി മാക്കബലുഹു, ഈ ബൈത്തിന്റെ മുമ്പുള്ള ബൈത്തിന്റെ ദലീലുണ്ട്. എന്ത്? ബാന അംറുൽ ഇലാഹി വഖ്തലഫൻ നാസു ഫദാഇൻ ഇലാ ലലാലിൻ വഹാദി.
ബാന അമ്രുൽ ഇലാഹി, ഇലാഹിന്റെ കാര്യം വ്യക്തമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വഖ്തലഫന്നാസു, ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഫദാഇൻ ഇലാ ദലാലിൻ, ദലാലിലേക്ക് ക്ഷണിക്കുന്നവരുണ്ട്. അവരെന്താണ്? പുനർജന്മം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. വഹാദിൻ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുമുണ്ട്. അവർ പുനർജന്മം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പുനർജന്മം ദലാലിലേക്ക് ക്ഷണിക്കുന്നവരും ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നവരും, അത് ബനു ആദമിൻ അങ്ങനെ ക്ഷണിക്കാനുള്ള കാരണമെന്താണ്? പുനർജന്മം ഉണ്ട് ഇല്ല എന്നതുകൊണ്ടാണല്ലോ. അപ്പൊ പുനർജന്മമുള്ളത് ബനു ആദമിനാണ്. അതുകൊണ്ടാണ് കാര്യം. മറ്റവർക്കൊക്കെ പുനർജന്മം ഉണ്ടെങ്കിലും അതൊക്കെ നശിച്ചപ്പോൾ തന്നെ മണ്ണായി പോകും. യഅനി ബഅ്ലുഹും യഖൂലു, ചിലര് പറയുന്നു ബിൽ മആദി, പുനർജന്മം കൊണ്ട് പറയുന്നു. വ ബഅ്ലുഹും ലാ യഖൂലു ബിഹി, ബഅദ് അതുകൊണ്ട് പറയുന്നും ഇല്ല. അതുകൊണ്ട് ഹൈവാനും മുസ്തഹദസും മിൻ ജമാലിൻ, ജമാദിനാൽ നിർമ്മിതമായ ഹൈവാനിന്റെ മടക്കത്തിലാണ് സൃഷ്ടികൾ അഭിപ്രായ വ്യത്യാസത്തിലുള്ളത് എന്നല്ലാതെ ജമാദിനാൽ നിർമ്മിതമായ ഹൈവാനാണ് എന്നല്ല ഇവിടെ അർത്ഥം. ഹൈവാനിന്റെ മടക്കമാണ്, പുനർജന്മമാണ് എന്നാണ് അർത്ഥം. ഹൈവാനാണ് എന്നർത്ഥം വെച്ചാൽ സാലീനബിന്റെ ഒട്ടകത്തിലേക്ക് അവർക്ക് പോകും. വൈമാലി തഅജീലിൽ മസറത്തി, ഒന്നിരിക്കൽ മുസ്നദിലീനെ മുന്തിക്കുന്നത് സന്തോഷത്തെ ഉളരിപ്പിക്കാൻ വേണ്ടി. സന്തോഷം വേഗം തന്നെ സന്തോഷിച്ചോട്ടെ. അവിൽ മസാഅത്തി, അലി സന്താപത്തെ ഒന്ന് ഉളരിപ്പിക്കാൻ വേണ്ടി. അതിൽ തഫാഉലി, ശുഭലക്ഷണത്തിന് വേണ്ടി. ഇല്ലത്തുല്ലി തഅജീലിൽ മസറത്തി, സന്തോഷത്തെ ഉളരിപ്പിക്കലിനുള്ള ഇല്ലത്താണത്. അവി തതയ്യുരി, അല്ലെങ്കിൽ ദുശ്ശകുനം വെളിവാക്കാൻ വേണ്ടി. ഇല്ലത്തുല്ലി തഅജീലിൽ മസാഅത്തി, സന്താപത്തെ ഉളരിപ്പിക്കലിനുള്ള ഇല്ലത്താണ്. നെഹ്വു സഅദുൻ ഫീ ദാരിക, നിന്റെ വീട്ടിൽ സഅദുണ്ട്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നേരം വെളുത്തപ്പോൾ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്ക് സഅദ്. ലി തഅജീലിൽ മസറത്തി, അത് മസറത്തിനെ ഉളരിപ്പിക്കലിന്. വസഫാഹു, കൊലയാളി ഫീ ദാരി സദീഖിക, നിന്റെ സുഹൃത്തിന്റെ വീട്ടിലുണ്ടോ, അതിൽ തഅജീലിൽ മസറത്തി. വഇമ്മാലി ഈഹാമി അന്നഹു, ഒന്നിരിക്കില്ല മുസ്നദിലേഹിയെ തോന്നിപ്പിക്കാൻ വേണ്ടി. അയ്യൽ മുസ്നദി. വഇമ്മാലി ഈഹാമിൻ, ഒന്നിരിക്കൽ തോന്നിപ്പിക്കാൻ വേണ്ടി. എന്ത്? അന്നഹു അയ്യൽ മുസ്നദ ഇലൈഹി, മുസ്നദ് ഇലൈഹി ലാ യസൂലു അനിൽ ഖാത്തിരി, ഹൃദയത്തിൽ നിന്ന് പോകൂല. എപ്പോഴും മുസ്നദ് ഇലൈഹി എന്റെ മുത്തക്കല്ലിമിന്റെ ഹൃദയത്തിലുണ്ട് എന്നറിയിക്കാൻ വേണ്ടി. കാനലി കൗനിഹി മത്ലൂബൻ, ആ മുസ്നദ് ഇലൈഹി മത്ലൂബായതിനു വേണ്ടി. ഔ അന്നഹു, അല്ലെങ്കിൽ ആ മുസ്നദ് ഇലൈഹി, അല്ല അവൻ ഈ മുത്തക്കല്ലിമ് യസ്തലിദു ബിഹി, ഈ മുസ്നദ് ഇലൈഹിയെ കൊണ്ട് ആസ്വദിക്കും. ലി കൗനിഹി മഹബൂബൻ, ആ മുസ്നദ് ഇലൈഹി മഹബൂബായതിനു വേണ്ടി. പറഞ്ഞില്ലേ, ലൈലായ മിൻകുന്ന അം ലൈലാ മിനൽ ബശരി. വ ഇമ്മാലി നഹ്വി ദാലിക, ഒന്നിരിക്കൽ ഇതുപോലത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും മുസ്നദ് ഇലൈഹിനെ മുന്തിക്കും. അതൊക്കെ അപ്പോൾ നേരിടുന്ന ചില ആവശ്യങ്ങൾ. മിസ്ലു ഇദ്ഹാരി തഅലീമിഹി, മുസ്നദ് ഇലൈഹിനെ വെളിവാക്കലിനെ ലാഹിറാക്കൽ പോലെ. ഔ തഹ്കീരിഹി, അല്ലെങ്കിൽ അവനെ നിസാരമാക്കലിനെ വെളിവാക്കൽ പോലെ. ഔ മാ അസ്ബഹ ദാലിക, അല്ലെങ്കിൽ അതിനോട് തുല്യമായ ഒന്നുപോലെ. ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.